കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന മാണി ഗ്രൂപ്പ്. പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത മങ്ങി. കോട്ടയത്ത് വരത്തൻ സ്ഥാനാർത്ഥി വേണ്ടെന്ന മാണി വിഭാഗം. തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന. പിളർപ്പ് ഒഴിവാക്കണമെന്ന UDF നേതൃത്വം. വിവരങ്ങളുമായി ടി.പി. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നുവെന്നാണ് സൂചനകൾ. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? വിശദാംശങ്ങൾ. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ KM മാണിയെ ചുമതല ഏൽപ്പിച്ചിരുന്നു. ഈ ചുമതലയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് KM മാണി മണ്ഡലത്തിലെ ഭാരവാഹികളുമായി ചർച്ച നടത്തി. 7 നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളും നേരിട്ട് കോട്ടയത്തെത്തി KM മാണിയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമായും KM മാണിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള 3 പേരുകളാണ്. ഇതിൽ മുൻ MLA-മാരായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ, മുൻ കടുത്തുരുത്തി MLA ആയിട്ടുള്ള സ്റ്റീഫൻ ജോർജ്, അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രിൻസ് ജോസഫ് എന്നിവരുടെ പേരാണ് പട്ടികയിലുണ്ടായത്. പി.ജെ. ജോസഫിനെ അകറ്റി നിർത്തിയിട്ടുള്ള ഒരു പട്ടികയായിരുന്നു KM മാണിയുടെ കൈവശം. എന്നാൽ ഇവിടെ KM മാണിയെ കാണാനായി നിരവധി നേതാക്കന്മാർ മണ്ഡലം തലത്തിൽ നിന്ന് ഇവിടെ എത്തിയെങ്കിൽ അവരെല്ലാവരും തന്നെ പ്രകടിപ്പിച്ച ഒരേ വികാരമാണ്. മണ്ഡലത്തിനകത്തു നിന്നുള്ളവർ തന്നെ സ്ഥാനാർത്ഥികളാകണം എന്നൊരു വികാരമാണ് അവർ പങ്കുവച്ചത്. ഒപ്പം ഇതെല്ലാം തന്നെ പ്രകടമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സണ്ണി തെക്കാടവും പ്രതികരിച്ചത്. യാതൊരു കാരണവശാലും പി.ജെ. ജോസഫിന്റെ സ്ഥാനത്തെ അംഗീകരിക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു അവരുടെ സംസാരം. കാരണം അതായത് പ്രധാനമായിട്ട് ഈ മണ്ഡലത്തിൽ യോഗ്യരായ ഒരുപാട് പേർക്ക് അവരെ പരിഗണിക്കണം, MLA-മാർ സ്ഥാനാർത്ഥികളാകണ്ട എന്ന നിലപാട് തന്നെ സണ്ണി തെക്കാടം ഇവിടെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പി.ജെ. ജോസഫിനുള്ള സാധ്യത മങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് എടുക്കുന്നത് തോമസ് ചാഴിക്കാടന്റെ പേരാണ്. ഏറ്റുമാനൂരിന്റെ മുൻ MLA കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തോമസ് ചാഴിക്കാടന്റെ പേരാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നിപ്പോൾ ചർച്ചകളെല്ലാം കൂടിക്കാഴ്ചകളെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ വീട്ടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അവർ പട്ടികയിൽ തോമസ് ചാഴിക്കാടന്റെ പ്രതിമ പരിഗണന നൽകിയിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം സംബന്ധിച്ച് ഒരുപക്ഷെ രാത്രിയോടെയോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കാത്തത്. എന്തായാലും പി.ജെ. ജോസഫിന്റെ പേര് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും പിന്നീട് താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ വികാരം കണക്കെടുത്ത് അത്തരത്തിൽ പേര് ഒഴിവാക്കുകയോ ചെയ്താൽ അത് മാണി ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നതുകൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം. മാത്രമല്ല കോൺഗ്രസിന്റെ അടക്കമുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് KM മാണി കൊണ്ടുവന്നാൽ ആ സ്ഥാനത്തിന് വിജയസാധ്യത അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധനാ വിധേയമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി തന്നെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് KM മാണിയുടെ കൈവശമെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയിലേക്കായിരിക്കും KM മാണിയും കൂട്ടരും നീങ്ങുക എന്നുള്ളതാണ് ജോസഫ് വിഭാഗം പറയുന്നത്. എന്തായാലും വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൈവശമുള്ള മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ കേരള കോൺഗ്രസ് നേതൃത്വം ഇരുട്ടിൽ തപ്പുന്നത്. കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന മാണി ഗ്രൂപ്പ്. പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത മങ്ങി. വിവരങ്ങളാണ് ടി.പി. പ്രശാന്ത് കോട്ടയത്ത് നിന്നും നൽകിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം രൂക്ഷം. തീരുമാനമാകാതെ ദില്ലിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞു. വെള്ളിയാഴ്ച വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അറിയിച്ചു. മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനത്തിലെത്തിയില്ലെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിക്കണം. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, KC വേണുഗോപാൽ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം. MLA-മാരെ മത്സരരംഗത്ത് ഇറക്കണമോ തുടങ്ങിയ വിഷയങ്ങളിൽ AI ഗ്രൂപ്പുകൾ ഇരുഭാഗത്തുമായി നിരന്നതോടെ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പരാജയപ്പെട്ടു. തിരുവനന്തപുരം, മാവേലിക്കര, കോഴിക്കോട് സീറ്റുകൾ ഒഴികെയുള്ള സീറ്റുകളിൽ 3-ലേറെ പേരുകളുമായാണ് കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിലെത്തിയത്. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിച്ച് ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റാമെന്ന് I ഗ്രൂപ്പ് പറഞ്ഞു. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നു. വടകരയിൽ മുല്ലപ്പള്ളി തുടരട്ടെ എന്ന് AI ഗ്രൂപ്പുകൾ സംയുക്തമായി ആവശ്യപ്പെട്ടു. ഇതും അദ്ദേഹം നിരസിച്ചു. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി പിന്മാറുന്നത് പരാജയഭീതി കൊണ്ടാണെന്ന പ്രചാരണമുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥിയായി ആരിഫിനെ പ്രഖ്യാപിച്ചതിനു ശേഷം പിന്മാറുന്നതായി KC വേണുഗോപാൽ അറിയിച്ചത് ശരിയായില്ലെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. KCക്ക് പകരം അടൂർ പ്രകാശ് MLA മത്സരിപ്പിക്കണമെന്ന അഭിപ്രായമുയർന്നു. ആറ്റിങ്ങലിലും അടൂർ പ്രകാശിന്റെ പേര് സജീവമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ പോലും ഏക അഭിപ്രായത്തിൽ എത്താനാകാത്തതോടെ സ്ക്രീനിംഗ് കമ്മിറ്റി പിരിഞ്ഞു. 15-ാം തീയതി വീണ്ടും ചേരുമെന്ന് മുകുൾ വാസ്നിക് പറഞ്ഞു. We are going to meet again on the 15th to finalize our recommendations and submit it
for the consideration of the Central Election Committee. മുതിർന്ന നേതാക്കളുടെ മത്സരകാര്യത്തിലും തീരുമാനമായില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ ഡിസ്കഷൻ നടന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നും ഫൈനലൈസേഷൻ നടന്നിട്ടില്ല. കണ്ണൂരിൽ മത്സരിക്കാനുള്ള സന്നദ്ധത കെ സുധാകരൻ അറിയിച്ചു. വയനാടിനായി ഷാനിമോൾ ഉസ്മാൻ, ടി സിദ്ദിഖ് എന്നിവർ രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി 14-ാം തീയതി കേരളത്തിലെത്തുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാമെന്നായിരുന്നു നേരത്തെ ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. 5 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചയിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമായില്ല. 15-ാം തീയതി വീണ്ടും യോഗം ചേരുമെന്ന് അറിയിച്ചതോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം അടുത്തയാഴ്ച വരെ നീളുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ഈ തിരഞ്ഞെടുപ്പ് അതീവ ഗൌരവകരമാണെന്ന് VS അച്യുതാനന്ദൻ. കാരണം മതതീവ്രവാദികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവരെ അധികാരത്തിൽ നിന്നിറക്കാൻ കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ആവശ്യമാണെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ, രാജ്യത്തെങ്ങും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുമാണ് BJP മിനക്കെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. എന്തു വില കൊടുത്തും BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റിയേ തീരൂ. അതിന് യോജിച്ച രീതിയിൽ ഓരോ സംസ്ഥാനത്തും ഇടതുപക്ഷ പാർട്ടികൾ തന്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാക്കും വിധം മതത്തെയും ദൈവത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. ഇത് ശബരിമല വിഷയത്തിനും ബാധകമാകും. രാഷ്ട്രീയ പാർട്ടികളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ മാർച്ച് 28-നാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ടിക്കാറാം മീണ വ്യക്തമാക്കി. കേരളം ഏപ്രിൽ 23-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും വോട്ടർമാർക്കും കൃത്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും തന്നെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകുന്നത്. സാമുദായിക ധ്രുവീകരണത്തിനിടയാകും വിധം മതത്തെയും ദൈവത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് CEO ടിക്കാറാം മീണ പറഞ്ഞു. ഇത് ശബരിമല വിഷയത്തിനും ബാധകമാകും. In the name of God or by citing religious things or misinterpreting the Supreme Court judgment, if somebody is trying to do that is a clear violation of the Model Code of Conduct. We are going to book a case against such people. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചയിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ മാസം 28-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8-ഉമാണ്. ജനുവരി 30-ന് പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം 2,54,811 വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 1,22,97,403 പുരുഷ വോട്ടർമാരും 1,31,11,189 സ്ത്രീ വോട്ടർമാരും 119 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. വോട്ടർ പട്ടികയിലേക്ക് മാർച്ച് 25 വരെ പേര് ചേർക്കാമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. സംസ്ഥാനത്തുള്ള 24,970 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇതുവരെയായി 750 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ കേസിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫോം 26-ലൂടെ അറിയിക്കണം. ഒപ്പം പത്ര-ദൃശ്യമാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും വേണം. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ, വോട്ടർമാർ, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ബോധവൽക്കരണം നൽകുമെന്നും CEO വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സും പ്ലാസ്റ്റിക്കും ഉപയോഗിക്കുന്നതിന് ഹൈക്കോടതിയുടെ വിലക്ക്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിലൂടെ ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ചത്. ജീർണിക്കുന്ന വസ്തുക്കൾ മാത്രമേ പ്രചരണത്തിന് ഉപയോഗിക്കുകയുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സ് ബോർഡുകളുടെ ഉപയോഗം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സേവന വികാസ് കേന്ദ്രം എന്ന സംഘടനയാണ് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വ്യാപകമായി ഫ്ലക്സുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും ജീർണിക്കാത്ത ഇത്തരം ഫ്ലക്സുകൾ പരിസ്ഥിതിക്ക് ദോഷകരമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. പരിസ്ഥിതി സൗഹൃദമായ പ്രചരണം മാത്രമേ അനുവദിക്കൂവെന്ന് രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ഫ്ലക്സുകളുടെ ഉപയോഗം നിരോധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജീർണിച്ചു പോകാൻ സാധ്യതയില്ലാത്ത ഫ്ലക്സ്, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഒരു കാരണവശാലും പ്രചരണത്തിന് ഉപയോഗിക്കരുത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാകണം പ്രചരണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പാക്കണമെന്നും ഇടക്കാല ഉത്തരവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ജമ്മു കശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്ന കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായി പരിഗണിക്കണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന ബിജെപി ഇതര കശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. 6 മാസത്തെ ഗവർണർ ഭരണത്തിന് ശേഷം കശ്മീരിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 26 മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ സിപിഐഎം ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായമെന്നാണ് സിപിഐഎം അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് സിപിഐഎമ്മിന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് മാണി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത പി.ജെ. ജോസഫിന്റെ വീട്ടിൽ രഹസ്യയോഗം ചേരുന്നുവെന്നാണ്. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ജോസഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത മങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ രഹസ്യയോഗം നടത്തുന്നത്. വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും ഇപ്പോൾ ഞങ്ങളുള്ളത് പാലയിലെ കെ എം മാണിയുടെ വസതിയിലാണ്. ഇവിടെ രാവിലെ മുതൽ മണ്ഡലം ഭാരവാഹികളെല്ലാം തന്നെ കെ എം മാണിയെ കാണാൻ നേരിട്ട് എത്തിയിരുന്നു. എത്തിയതിനു ശേഷം കെ എം മാണിയുമായി കൂടിക്കാഴ്ച നടത്തി അവർ പാർട്ടിയുടെ ഒരു പൊതുവികാരം പങ്കുവച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കെ എം മാണിയെയാണ് ഇവിടെ കോട്ടയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലായിരുന്നു മണ്ഡലത്തിലെ ഭാരവാഹികളെല്ലാവരും വന്ന് കെ എം മാണിയെ കണ്ട് തങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചത്. മണ്ഡലത്തിനകത്ത് നിന്നുള്ള സ്ഥാനാർത്ഥി വേണം എന്നുള്ള പൊതു അഭിപ്രായമാണ് അവർ പങ്കുവച്ചത്. അതേസമയം എംഎൽഎമാർ ആരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്ന വികാരത്തിനൊപ്പമാണെന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയ സണ്ണി തെക്കാടൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ പി.ജെ. ജോസഫിനെതിരെയുള്ള ഒരു വലിയ തരത്തിലുള്ള വികാരം തന്നെയായിരുന്നു കെ എം മാണിയുടെ വസതിയിൽ പ്രകടമായിരുന്നു. എന്തായാലും പി.ജെ. ജോസഫിനെ അകറ്റി നിർത്തിയുള്ള കെ എം മാണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രധാനമായും ഉള്ളത് തോമസ് ചാഴിക്കാടനും അതുപോലെ സ്റ്റീഫൻ ജോർജ്, യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ലൂക്കോസ് എന്നിവരുടെ പേരുകളാണ്. ഈ പേരുകൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ തോമസ് ചാഴിക്കാടനാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പി.ജെ. ജോസഫിനെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കെ എം മാണി വിശദീകരിക്കേണ്ടി വരും. മാത്രമല്ല കോൺഗ്രസിനെ ത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതുമാണ് കെ എം മാണി ക്യാമ്പിനെ കൂടുതലായും അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കേരള കോൺഗ്രസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് കേരള കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രശാന്ത്, ഒപ്പം തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ജോസഫ് വിഭാഗം വലിയ രീതിയിൽ അസംതൃപ്തരാണ്. ഒരുപക്ഷെ പിളർപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്തായാലും പി.ജെ. ജോസഫ് എന്നുള്ള പാർട്ടി വർക്കിംഗ് ചെയർമാന്റെ ഒരു ആഗ്രഹവും ഒരു ആവശ്യവും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തിന് തങ്ങൾ തുടരണം എന്നുള്ള ആവശ്യമാണ് ജോസഫ് പക്ഷത്തിന്റെ മുന്നിലുള്ളത്. ഒരുപക്ഷെ പാർട്ടി പിളർന്നാലും UDF-നകത്ത് അല്ലാതെ നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ജോസഫ് വിഭാഗത്തിന് കൊടുക്കുമെന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ സാഹചര്യം മുൻനിർത്തി വേണം ഏത് തരത്തിൽ വേണം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ട ജോസഫ് വിഭാഗമാണ്. എന്തായാലും ജോസഫ് വിഭാഗം പൂർണ്ണമായും അസംതൃപ്തരാണ്. അങ്ങേയറ്റം അപമാനിതനാകുന്ന ഒരു തരത്തിലേക്കാണ് പി.ജെ. ജോസഫിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ആ പാർട്ടിയുടെ പാർലമെന്ററി യോഗത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹം തുറന്നു പറയുമ്പോൾ പാർട്ടി ചെയർമാൻ അത് സാധ്യമല്ല എന്ന് പരസ്യമായി പറയുന്നു. അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുന്നു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൃത്യമായി തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുമ്പോൾ വീണ്ടും പാർട്ടി ചെയർമാൻ താഴേക്കടയിലുള്ള ജനങ്ങളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ വിളിച്ച് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ അവിടെ അപമാനിതനാക്കപ്പെടുന്നത് പി.ജെ. ജോസഫിന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അപമാനം സഹിച്ച് കേരള കോൺഗ്രസിൽ തുടരണമോ എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് പി.ജെ. ജോസഫ് തന്നെയാണ്. തീർത്തും അപമാനിതനായി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തായി മടങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പി.ജെ. ജോസഫ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിൽക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് പി.ജെ. ജോസഫും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ്.
വ്യക്തമാണ് പ്രശാന്ത്. ഇപ്പോൾ സമീർ കൂടി ചേരുകയാണ്. സമീർ, പി ജെ ജോസഫിന്റെ വസതിയിൽ ഇപ്പോൾ രഹസ്യ യോഗം ചേർന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒരുപക്ഷെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമോ? പിളർപ്പ് ഒഴിവാക്കണമെന്ന UDF നേതൃത്വം നിർബന്ധമായി പറയുമ്പോൾ പോലും ജോസഫ് വിഭാഗം വളരെ അസംതൃപ്തരാണ്. എല്ലാ സാധ്യതകളും മങ്ങിയിരിക്കുന്നു. പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായേക്കുമോ? ഇതുവരെയും വളരെ സൗമ്യതയോടുകൂടെ മാത്രമാണ് പി ജെ ജോസഫ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാവുകയും പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിവരമറിയുകയും ചെയ്തു. ഇന്ന് നടന്ന ചർച്ചയിൽ പി ജെ ജോസഫിന് പൂർണ്ണമായും താഴെയുന്ന നിലപാടിലേക്ക് മാണിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെയും ഒരു മൗനം പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പി ജെ ജോസഫിന്റെ തൊടുപുഴ പുറപ്പുഴയിലെ വീട്ടിൽ അടിയന്തരമായിട്ടുള്ള ഒരു രഹസ്യയോഗമാണ് നടന്നിട്ടുണ്ട്. അത് തന്നെ ഒരു യോഗമാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഒരാളായിട്ടുള്ള പി ജെ ജോസഫിന്റെ വസതിയിൽ തൊടുപുഴയിൽ രഹസ്യയോഗം ചേരുന്നു എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷം വരുന്നത്. കേരള കോൺഗ്രസിൽ കൂടുതൽ പ്രതിസന്ധി വരുന്നു. മണ്ഡലത്തിന് പുറത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന് മാണി ഗ്രൂപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത മങ്ങിയിരുന്നു. കോട്ടയത്ത് വരത്തൻ സ്ഥാനാർത്ഥി വേണ്ടെന്ന് മാണി വിഭാഗം ഇന്ന് വ്യക്തമാക്കിയിരുന്നു. തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പി ജെ ജോസഫിന്റെ വസതിയിൽ ഒരു രഹസ്യ യോഗം ചേരുന്നത്. പിളർപ്പ് ഒഴിവാക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. എല്ലാ രീതിയിലും ജോസഫ് വിഭാഗം അസംതൃപ്തരാണ്. മുന്നണിയിൽ ഒരുപക്ഷെ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. പി ജെ ജോസഫിന്റെ വീട്ടിൽ നേതാക്കൾ കൂടിയാലോചന നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷം വരുന്നത്. തീരുമാനത്തിൽ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പി ജെ ജോസഫ്. കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി സമീർ ചേരുകയാണ്. സമീർ, യോഗം പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ്? പി ജെ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിൽ ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ മോൻസ് ജോസഫ് MLA ഉൾപ്പെടെ പി ജെ ജോസഫിന് ഒപ്പം നിൽക്കുന്ന MLA-മാരും അതോടൊപ്പം തന്നെ മറ്റ് ഏതാനും പേരും എത്തിയത്. ഇതുവരെയും ഈ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല രീതിയിൽ നടക്കുകയും ഒരുപക്ഷെ ഇത്തവണ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ പി ജെ ജോസഫിന്റെ പേര് ഉണ്ടായില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പി ജെ ജോസഫ് ഒരുപക്ഷെ ഇതുവരെയും വളരെ സൗമ്യമായിട്ട് ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്ത വ്യക്തി ഒരുപക്ഷെ ഒരു കാര്യമായ വിധത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇത് ഇന്ന് മറ്റ് തരത്തിലുള്ള ഒരു പരിപാടികൾക്കൊന്നും തന്നെ പി ജെ ജോസഫ് പോയിരുന്നില്ല. പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ കോട്ടയത്തും പാലായിലുമായിട്ട് നടന്നു വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം എത്തിയപ്പോൾ പോലും അദ്ദേഹം ഒരു വിധത്തിലും ഇതുമായി പ്രതികരിച്ചിരുന്നില്ല. പിന്നീടാണ് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുകയും TU പിള്ള, മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ ഒരു യോഗത്തിന് വേണ്ടി കൊണ്ട് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കേരള കോൺഗ്രസ് ജോസഫ് നേതൃത്വം വിവിധ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേര് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ യോഗം പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള ഒരു ഘട്ടം വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചിലർക്ക് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ അദ്ദേഹം ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഒപ്പം തന്നെ പി ജെ ജോസഫിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ ഒരാൾ കൂടിയായിട്ടുള്ള ഡോക്ടർ MJ ജോസഫ് ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കുകയും പാർട്ടിക്ക് ലഭിച്ച ഏകീകൃത കോട്ടയമാണ്. ആ കോട്ടയത്ത് മത്സരിക്കാൻ ലക്ഷ്യമാണ് എന്നുള്ള കാര്യം പാർട്ടി ചെയർമാൻ KM മാണി ഉൾപ്പെടെയുള്ള വ്യക്തികളെ അറിയിച്ചതാണ്. ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരുണ്ടെന്നു ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടി വക്താവ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ പ്രമുഖ നേതാവ് ജോയ് എബ്രഹാം ഉണ്ടായിരുന്നു. മറ്റ് MLA-മാരും ജോസ് കെ മാണി MP ഉൾപ്പെടെയുള്ള എല്ലാവരെയും തന്നെ പങ്കെടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഏറെക്കുറെ
പി ജെ ജോസഫിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ധാരണയിലെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കാര്യങ്ങൾ തകിടം മറിയുകയും പി ജെ ജോസഫിനെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിന് പിറകെ ഇപ്പോൾ ഇന്ന് ചേർന്ന യോഗത്തിലും കോട്ടയത്ത് ചേർന്ന യോഗത്തിലും പി ജെ ജോസഫിനെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് നിന്നുള്ള വ്യക്തി മതി സ്ഥാനാർത്ഥിയായി എന്നുള്ളതും MLA പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കെ മാണി വിഭാഗമാണ് ഇപ്പോൾ പി ജെ ജോസഫിനെ തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പുറപ്പുഴയിലെ വീട്ടിൽ ഒരു അടിയന്തര യോഗത്തിന്റെ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭ്യമാവുന്ന വിവരം KM മാണിയുടെ ഒരു ദൂതൻ ഒരു കത്ത് പി ജെ ജോസഫിനെ അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് എന്താണ് എന്നുള്ള കാര്യവും അത് സംബന്ധിച്ചുള്ളൊരു ചെറിയ വരാനിരിക്കുന്നു. ഒരു പക്ഷേ ഇത് ഈ വിഷയത്തിൽ ഒരു പാർട്ടി തുടരരുത് എന്നുള്ള ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും UDF-നകത്ത് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ച 7 സീറ്റിലും വ്യക്തമാണ്. സമീർ, പി ജെ ജോസഫിന്റെ വീട്ടിൽ നേതാക്കൾ കൂടിയാലോചന നടത്തുന്നു. കേരള കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമാണുള്ളത്. വിവരങ്ങളാണ് സമീർ വാഴങ്കോട് നൽകിയത്. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. തൃശൂർ കിരാലൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.